നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സമാധാനപരമായ ജീവിതമാണ്. ഈ കേരളത്തിൽ ഒരു പറമ്പിൽ അമ്പലവും അപ്പുറത്തെ പറമ്പിൽ പള്ളിയും മറ്റൊരു പറമ്പിൽ മോസ്കും എല്ലാം നിലനിൽക്കുന്നു. ഒരിടത്ത് ബാങ്ക് വിളി മുഴങ്ങുകയാണെങ്കിൽ മണിമുഴക്കം കേൾക്കാം, അമ്പലത്തിൽ പ്രാർത്ഥനാ ഗീതങ്ങൾ കേൾക്കാം. ആർക്കും ഒരു അലോസരവും മനസ്സിന് തോന്നാതെ ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ് കേരളത്തിലെ മനുഷ്യർ. ആ സമാധാന അന്തരീക്ഷം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. മറ്റുള്ളവന്റെ പള്ളി പൊളിക്കാനോ വേറെ എന്തെങ്കിലും മതസ്ഥാപനങ്ങൾ പൊളിക്കാനോ അല്ല പരിശ്രമിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തെറ്റായ എല്ലാ കാര്യങ്ങൾക്കുമെതിരെ നമ്മുടെ നിയമങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ അത്തരം ഒരു പേരും പറഞ്ഞ് എല്ലാ മനുഷ്യരെയും അതിന്റെ ഭാഗമായി കണ്ടിട്ട് ഒഴിവാക്കാനുള്ള തീരുമാനം വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചപ്പോ അതെവിടെയും പാർലമെന്റിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ജനഹിതം മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു. സഖാക്കളെ